ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിന് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ അധികം കൂടുതലൊന്നും പറയാനില്ല, പെട്ടെന്ന് തന്നെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് അവസാനിക്കും. കാരണം നമ്മൾ ഇന്നലത്തെ ക്യാപ്ഷൻ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഒരു ടർബുലൻസിലകപ്പെട്ട ഒരു ഫ്ലൈറ്റിൻ്റെ പിക്ചറും ഇതിനെ ഇത് അതിജീവിക്കുമോ എന്ന് പറഞ്ഞാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ടത്. ഓക്കെ, നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം മാർക്കറ്റിൽ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. എന്താണ് നമ്മളുടെ ഈ കൊറോണ അല്ലല്ലോ, പുതിയൊരു വൈറസിൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്തു എന്നൊരു വാർത്ത ഫ്ലാഷ് ചെയ്തു. അതിനോടനുബന്ധിച്ച് ആണ് ഈ സെൽ ഓഫ് വന്നതെന്ന് ആണ് വിശ്വസിക്കുന്നത്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് വിറ്റത് ആരാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, DAS ഇന്ന് ഏകദേശം 5,000 രൂപയ്ക്ക് 5,500 കോടിക്കും കണ്ട് വാങ്ങിച്ചു. 2,500 കോടിക്കും കണ്ട് അവർ വിറ്റുള്ളൂ. FIs വിറ്റുള്ളൂ. ബാക്കി നെറ്റ് ബൈ 3,000 കോടിയാണ്. അപ്പോൾ പിന്നെ വിറ്റതാരാണ്? നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സാണ് ഇത് വിറ്റ് മുടിപ്പിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഒരു കാരണവും ഈ വൈറസിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറസ് ഇന്നലെയും ഉണ്ടായതല്ല. ഇത് ഏകദേശം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. 11 വർഷം മുൻപേ തന്നെ ഉള്ളൊരു വൈറസാണിത്. മനസ്സിലായേ? പിന്നെ ഈ മീഡിയാസിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതി പിടിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് അത്ര പേടിക്കേണ്ട സംഭവ വികാസങ്ങളൊന്നും അല്ല. ഇത് സാധാരണ ഒരു ഫ്ലൂ പോലെ ഉള്ളൂ. സീസണൽ ഇവിടെയൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ കുവൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീസണലായിട്ടൊരു ഫ്ലൂ വരും. അതിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് സാധാരണ. അപ്പോൾ അതങ്ങ് മാറും. അതൊരു സീസണൽ ഇഞ്ചക്ഷൻ, ഒരു ഫ്ലൂ ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഫ്ലൂ, അതൊരു വൈറസാണ് അതിൻ്റെ ഒരു കോസ്. അല്ലാതെ ഇത് ആളെ കൊല്ലി സാധനമൊന്നും അല്ല. പക്ഷേ ആരോട് പറയാൻ, ആര് മനസ്സിലാക്കാൻ? ഇതെല്ലാം കേട്ട് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത പടച്ചു വിട്ടു. അതിനനുസരിച്ചും റീറ്റെയിലേഴ്സ് എല്ലാം കയ്യിലെടുത്ത സാധനം എടുത്ത് വിറ്റു. എന്നിട്ട് നാളെ മുതൽ, ഞാൻ പച്ചക്കങ്ങ് പറയുകയാണേ, നാളെ മുതൽ നാട്ടുകാർ തെറി വിളിച്ച് നടക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി എൻ്റെ പൈസ മുഴുവൻ പോയി, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി, കള്ളമാണ്, തട്ടിപ്പാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് നാട് നീളം നടന്ന് പറയുക. ഇതാണ് സാധാരണ ഇത് റീറ്റെയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇങ്ങനെ പാനിക് സെല്ലിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു 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 നല്ല കോസ് ഉണ്ടെങ്കിൽ, നല്ലൊരു കാരണം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഡിസാസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് ഒരു അടിസ്ഥാനവുമില്ല. അടിസ്ഥാനം ഇതിനുള്ളതല്ല. നമ്മൾ അത്ര വലിയ പേടിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഡൗ ജോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ 213 ഫുൾ നല്ല ഗ്രീനാണ്. അവിടെ നല്ല ഗ്രീനാണ്. നാസ്ഡാക്ക് ആണെങ്കിലും 200 മേളിലാണ്. ഓക്കെ, അപ്പം അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഇത് ഇന്നലെ തുടങ്ങിയല്ല, 11 കൊല്ലം മുമ്പേ കണ്ടുപിടിച്ച വൈറസാണ്. പിന്നെ ഇത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല മാർക്കറ്റ് ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റായിരിക്കാം, ചിലപ്പോൾ നാളെ വീണ്ടും പൊട്ടുമായിരിക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല 23,500 താഴോട്ട് മാർക്കറ്റ് പോകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഓക്കെ, 23,500 ഒരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ആ 23,500 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും പറയുന്നത് അടിവാരത്തുനിന്ന് പിന്നെ വാരിക്കൂട്ടാം, ഒരു 22,800 റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്യാപ്ഷനും അത് തന്നെയാണ്, ക്രാഷ് ലാൻഡിങ് ആണ്. ഓക്കെ, ഇന്ന് ക്രാഷ് ലാൻഡിങ് തന്നെയാണ്. ഒരു 400 പോയിൻറ്റോളം അവസാന നിമിഷം വീണു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്തിൽ ഒരു PE ട്രേഡും ഞാൻ എടുത്തില്ല. എന്നാൽ തന്നെ ഞാനിന്ന് പ്രോഫിറ്റിലാണ്. ഏകദേശം 7,000 രൂപയോളം ഇരിക്കുന്ന പ്രോഫിറ്റിലാണ്. ഞാൻ C മാത്രം എടുത്തു. അതായത് ഞാൻ ഈ ഒരു സംഭവം മാത്രം, ഈ കാണുന്ന ഇവിടെ വന്ന് ഇത് കറക്റ്റ് സപ്പോർട്ടാണ് നമ്മുടെ അല്ലേ. ഈ സപ്പോർട്ടിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ചു ഞാൻ ഇവിടെ വന്നപ്പോൾ, ഇവിടം വരെ ഒന്നും വെയിറ്റ് ചെയ്തില്ല ഞാൻ. ഇത് ക്രോസ് ചെയ്ത് ഈ ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു 2-3 ഞാൻ സ്കാൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ സീൽ മാത്രം ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലൊരു സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. ഞാൻ ഓൾറെഡി സീൽ മാത്രം ഞാൻ ട്രേഡ് ചെയ്തുള്ളൂ. കാരണം ഞാൻ ഇത്രത്തോളം ഇത് താഴെ പോകുന്നു, ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്, ഇത്രത്തോളം താഴെ പോകും എന്ന് ഞാനൊരിക്കലും വിശ്വസിച്ചില്ല. ഒക്കെ ആ വിശ്വാസത്തിൻ്റെ കടത്തി വെട്ടിക്കൊണ്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി. എങ്കിലും എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടെത്തി. അതാണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി, നമ്മൾ മാർക്കറ്റിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. CEO PO താഴോട്ടോ മോളോട്ടോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റി, അല്ലെ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന
നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ടോ? അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, എടുത്തുകൊണ്ട് ഇറങ്ങുക. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അന്ധമായി കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇനി 2025 നടക്കുന്ന പരിപാടിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 2025 ലോങ് ഹോൾഡിംഗ് പരിപാടി ഒരു കാരണവശാലും നടക്കത്തില്ല. അതുകൊണ്ട് അപ്പോൾ അവിടെയും പ്രസക്തം എന്തുവാണ്? പറഞ്ഞ് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പറഞ്ഞു തന്നാലും അവസാനം ന്യായത്തിൽ വന്ന് അവസാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ന്യായത്തിൽ തന്നെ പിന്നെ ഞാൻ ഇറങ്ങി, ന്യായം പാലിച്ച് തന്നെ ഞാൻ ഇറങ്ങി. എനിക്കിന്ന് പ്രോഫിറ്റാണ്. ഓൺ ആൻഡ് ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും. പിന്നെ സിയും പിന്നെ വേറെ 1-2 ട്രേഡുകളൊക്കെ എടുത്ത് ഏകദേശം ഞാനിന്നൊരു ഒരു 25,000 മേളിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. ഓക്കെ, സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കാണിക്കാം. അപ്പം അത് എൻ്റെ ട്രേഡാണ്, ഞാൻ കണ്ടെത്തിയ ട്രേഡ്. അത് ഞാൻ യൂട്ടിലൈസ് ചെയ്തു, ഞാൻ അപ്പം തന്നെ ഇറങ്ങി. അത്രേ ഉള്ളൂ. അവിടെ സിഇഒ പിഇഒ എന്നുള്ളതല്ല ലക്ഷ്യം. ഓക്കെ, നിങ്ങളുടെ സെറ്റപ്പ് എന്താണ്? ആ സെറ്റപ്പിലോട്ട് മാർക്കറ്റ് വന്നെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അനങ്ങാതെ മിണ്ടാതിരിക്കുക. അത്ര മാത്രമേ അത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇനിയും കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ എല്ലാ ലെവലുകളും നമ്മുടെ ആരോ അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ടാർഗറ്റ് ഫുൾ അടിച്ചു. നമ്മുടെ എല്ലാ ടാർഗറ്റിലും ഫുൾ അടിച്ച് എല്ലായിടത്തും വന്ന് സപ്പോർട്ട് എടുത്ത് തന്നെയാണ് പോയി. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ വന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ചു പോയി നമ്മുടെ തട്ടി തിരിച്ചു വന്നു. എല്ലാം നമ്മുടെ വരകളെല്ലാം വളരെ ക്ലിയറാണ്, എല്ലാം ക്ലിയറാണ് ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു റീബൗണ്ട് തന്നു. നാളെ ഞാൻ ഇങ്ങനെയൊക്കെ പോയി ഈ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നാളെ ഞാനൊരു ഗ്യാപ്പ് അപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ. ഇനി US മാർക്കറ്റും നല്ലപോലെ ഇന്ന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നാളെ ഈ പറയുന്ന, കാരണം വിറ്റുതാരെന്ന് ഓൾറെഡി തെളിഞ്ഞു. ഓക്കെ, FIS സാധാരണ വിൽക്കുന്ന പോലെ തന്നെ 12,500 അവർ വിറ്റു. DAS 5,000 കോടിക്ക് വാങ്ങിച്ചു. അപ്പോൾ റീറ്റെയിലേഴ്സ് വിറ്റതാണ് അവർ മേടിച്ചത്. അപ്പം വിറ്റത് മുഴുവൻ നമ്മളാണ്, നഷ്ടം വന്നത് നമുക്ക് തന്നെയാണ്. ഓക്കെ, കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പം നാളത്തെ ലെവലുകളൊന്നും വരയ്ക്കാനൊന്നുമില്ല. ഈ കാണുന്ന ലെവലുകളൊക്കെ തന്നെ നിങ്ങൾ മാനേജ് ചെയ്യുക. മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ഉള്ള വരയെല്ലാം നേരെ തിരിച്ച് മേലോട്ട്, നിങ്ങളത് മാത്രം കണക്കാക്കിയാൽ മതി. വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഇതിനെ വേണം ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവല്, ഓക്കെ, ഈ ഒരു ലെവൽ മതി. ഈ ഒരു ലെവല് ഇത് വേണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ലെവൽ വേണ്ട, ഇത് വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞു, അത് ഇൻവാലിഡായി. ഇവനെ നമുക്ക് ഇച്ചിരൂടെ മേലോട്ട് കയറ്റി വെക്കാം, കുറച്ചുകൂടെ ഒന്ന്. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡേ ട്രെൻഡ് ലൈനാണിത്. ഡേ ട്രെൻഡ് ലൈൻ 23,500 എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ടു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇനി താഴെ ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് 23,262 ആയിരിക്കും. അതും പൊട്ടിയാൽ പിന്നെ നമുക്ക് താഴെ 22,800 വരെ ഉണ്ട്. 22,800 വരെ ഉണ്ട്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാം. 23,262 22,783. അപ്പോൾ ഇതിനിടയിലൊന്നും ഇല്ലേ? ഇതിനിടയിൽ നമുക്കൊരു വര അവിടെ വരച്ച് നോക്കാം. എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഇതിനിടയിലൊരു വര കിട്ടുമോ? ഇതിൻ്റെ ഇടയിലൊരു വര കിട്ടാൻ ഇതൊരു വരയാണ്, ഇതൊരു വര, ഇതൊരു വര അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി വര വേണം. 23,055 22,783. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അത് വേണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഇത് വരയുടെ ആവശ്യമില്ല, വേണ്ട, പോട്ടെ. ഇതിൻ്റെ വരയുടെ ആവശ്യമില്ല, അത്രയൊക്കെ മതി. ഓക്കെ, അപ്പം നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. ഇവിടുന്ന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡും ഇതും പൊട്ടിച്ച് താഴോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ 23,500 പൊട്ടിക്കുന്നത് നോക്കുക. 23,500 പൊട്ടിച്ചാൽ പിന്നെ സംഗതി ഈ പണിപാളും. നേരെ താഴോട്ട് തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ 23,500 താഴെ ക്ലോസിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാരിക്കൂട്ടിയാൽ മതി അടിവാരത്തും. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത്ര സിമ്പിളായിട്ട് പറയുന്നത്. ഞാനൊരിക്കലും എത്ര ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് പൊട്ടുമെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല. എൻ്റെ മാത്രം അനുമാനമാണ്. ഒരു പക്ഷേ മാർക്കറ്റ് എതിരായിട്ട് പോവാം. ഞാൻ പറയുന്ന പോലെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കാണിപ്പയ്യൂരിൻ്റെ ശിഷ്യനൊന്നും അല്ലല്ലോ.
പറയുന്ന അതുപോലെ തന്നെ സംഭവിക്കാം. നമുക്ക് അങ്ങനെ പിന്നെ കബഡി നിരത്തി പരിപാടികളൊന്നുമില്ല. നമ്മൾ ചാർട്ടിനകത്ത് കാണുന്നത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നു. എന്താണ് സംഭവം എന്ന് നമ്മൾ ചാർട്ടിനകത്ത് കാണുന്നത് കൃത്യമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്കൊന്ന് നമ്മളെല്ലാ സാധ്യതകളും പരിശോധിക്കണമല്ലോ. ഈ ട്രെൻഡ് ലൈൻ ചുമ്മാ ഇതിങ്ങനെ ഇവിടെ കടന്നോട്ടിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു പക്ഷെങ്കിലും ഇത് റെസിഡൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഞാനൊന്നും വരച്ചില്ല മേലോട്ടല്ലേ, മേലോട്ട് വരയ്ക്കണം. മേലോട്ട് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ. അപ്പം ഇത് ഞാൻ മാറ്റി തരാം. ഇത് ബ്ലൂ ആക്കാം. ഇത് ബ്ലൂ, ഇത് ബ്ലൂ. ഓക്കെ, ഇവനെ നമുക്ക് വേണമെങ്കിൽ താഴോട്ടാക്കാം. ഇതിങ്ങനെ ഇവിടെ ഇരുന്നോട്ട്, അത്ര ഇരുന്നോട്ട്. അപ്പം ഇതിനകത്ത് നോ ട്രേഡിങ് സോണാണ്. ഇത് കട്ട സപ്പോർട്ടാണ്. 23,500 വെച്ചിട്ട് കനപ്പിച്ചേക്കാം. ഓക്കെ, ഇത് കട്ട സപ്പോർട്ട്. ഇത് ട്രെൻഡ് ലൈന്. ഇത് ബ്രേക്ക് ചെയ്തെന്ന് നോക്കുക. ഇതിനകത്ത് നോ ട്രേഡിങ് സോണാണ്. ഇവിടുന്ന് മേലോട്ട് നിങ്ങളുടെ സിഇയുടെ ടാർഗറ്റുകളാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ സിഇയുടെ ടാർഗറ്റുകളാണ് ഈ കാണുന്നത്. ഓക്കെ, എന്തായാലും നാളെ ഞാൻ എന്തായാലും ഒരു സിഇ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. ഞാനൊരു സിഇ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ റിസ്കിന് മാനേജ് ചെയ്യാൻ, എൻ്റെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിഇ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ എടുത്താണ്. ഓക്കെ, അത് ഒരു പക്ഷേ റോങ് ആയിട്ട് പോയാൽ ഞാൻ ആ നഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അത് എനിക്ക് സഹിക്കാവുന്ന ലോസ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല. ഓക്കെ, അപ്പം ഇത് ഇത്രയും ലൈനുകൾക്ക് ഇവിടെ കിടന്നോട്ടെ. ഇതൊക്കെ കാർ തട്ടിയേ മേലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഭീകര പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയൊരു ഭീകര പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെ കിടക്കട്ടെ. ഇത് നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളും പോകുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഇവിടെ കിടന്നോട്ടെ നമുക്ക്. കാരണം ഇതിനകത്ത് ഒഴിവാക്കാനുള്ള ലൈനുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കാത്തത്. അല്ലെങ്കിൽ ഞാനങ്ങ് ഒഴിവാക്കിയേനെ. ഇതിനകത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ലൈനുകളൊന്നും കാണുന്നില്ല. ഓക്കെ, നോക്കട്ടോ എല്ലാം ഉണ്ടോന്നേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ, പക്ഷേ ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കിടക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. ഓക്കെ, ഞാനിപ്പോഴും പിയിലോട്ട് വിശ്വസിക്കുന്നില്ല. 23,500 പൊട്ടിയാൽ മാത്രമേ ഉള്ളൂ പിയിലോട്ടുള്ള വിശ്വാസം. 23,500 പൊട്ടി ഇപ്പോൾ ഒരു 15 മിനിറ്റ് ക്യാൻഡലിന് താഴെ ക്ലോസ് ചെയ്താൽ മാത്രം താഴോട്ടുള്ള വഴി നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ പ്രതീക്ഷ മുകളിലോട്ട് തന്നെ ആയിരിക്കും. ഇത്രയാണ് എനിക്ക് നാളത്തെക്കുറിച്ചുള്ള പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നമ്മുടെ പ്ലെയിൻ പൊട്ടിത്തെറിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. പൊട്ടിത്തെറിച്ച് നാമാവശേഷം ആവോ ഇല്ലെന്നുള്ള കാര്യം നാളെ അറിയാം. ഓക്കെ, എന്തെങ്കിലും മിച്ചം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് നാളെ അറിയാം. റിപ്പയർ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ റിപ്പയർ ആക്കി എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം, നാളെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ലൈക്കൊക്കെ ചെയ്യണേ. ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഓൾ.